ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ ചാനലാണ് ഈ ചൈൽഡ്സ് ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ, ഞാൻ കർണാടക ബേസാണ്. സോ ഞങ്ങൾക്കിവിടെ ഒരു ബിസിനസ്സുണ്ട്. അപ്പം ബിസിനസ്സിൻ്റെ ബേസിൽ കുറച്ച് ഡീസൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് മിഷനറീസ് ആണുള്ളതും. അപ്പോൾ ഇച്ചായൻ എന്നോട് പറഞ്ഞു ഡീസൽ കാലിയായി സൈറ്റിലൊന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിവിടെ നിന്ന് ബങ്കിൽ നിന്ന് ക്രെഡിറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ബങ്കിലേക്ക് പോയി ബങ്കിൽ നിന്ന് ഡീസലെല്ലാം ഞങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, എൻ്റെ മോളും ഉണ്ട് കേട്ടോ. മോള് ഇങ്ങനെ പൈപ്പിനെ പിടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവൾക്ക് ഉച്ച വരെ സ്കൂളുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവളിവിടെ കർണാടകയിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. പോകുന്ന വഴിക്ക് കാണുന്ന വൈബാണിത്. നല്ല മഴ വന്നായിരുന്നു, അതിന് ശേഷമുള്ളൊരു ക്ലൈമറ്റാണിത്. അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ കാടും കുറച്ച് ഓഫ് റോഡൊക്കെ മാതിരിയിട്ടുള്ളൊരു റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. സൈറ്റ് വരെ എത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് പകുതിക്ക് വെച്ചിട്ട് ഡ്രൈവറെ പോയി കൂട്ടണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും എവിടെ വരെ വണ്ടി പോകും നോക്കാം, അവിടെ വരെ വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയും മോളും ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഞങ്ങൾ ഇവിടെ വരെ പോകത്തുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. പോകുന്ന വഴിക്ക് കാണുന്നതാണിത്. കേരളത്തെ മാതിരി തന്നെയാണ് ഇവിടെ തോട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ. നോക്കിയേ, കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു അടയ്ക്കാത്തോട്ടം കണ്ടു. നല്ല ഭംഗിയായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ മുന്നിൽ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ചെളിയാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് പതുക്കെ പോകണം, നീ ചെളിയിൽ വേയൂ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിയതാണ്. അവിടെ ചെന്നപ്പോൾ ആൾ പെട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്ലോ ആയി. അത് കഴിഞ്ഞ വഴി അവൾ പിന്നെ ഓടാൻ തന്നെ തുടങ്ങി കേട്ടോ. അവൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് അവളുടെ ഒപ്പം ഓടി എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് സൈറ്റും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് റബ്ബർ തൈകളെയും കണ്ടു. റബ്ബർ തോട്ടത്തിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് തോട്ടത്തിനോട് ചേർന്ന് തന്നെ കുറച്ച് അടയ്ക്കാത്തോട്ടം ഒക്കെയാണ്. നമ്മുടെ അവിടെയൊക്കെ അടയ്ക്കാത്തോട്ടം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ഇടണേ. ഇതേ രീതിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ വേറെ മെത്തഡാണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞങ്ങളിവിടെ കർണാടകയിൽ ഓൾമോസ്റ്റ് ഞാൻ കണ്ടേക്കുന്ന എല്ലാം ഈ രീതിക്കാണ് അടയ്ക്കാത്തോട്ടത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഇട്ടാച്ചി വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ കാന കീറിയിട്ട് അടയ്ക്ക അതിൻ്റെ അകത്ത് വിടും. എന്നിട്ട് വർഷം ഈ കാനയുടെ ഈ സൈഡിലുള്ള ഈ തണ്ടുകൾ ഇങ്ങനെ ചെത്തി ഇട്ടിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഒരു ലെവൽ തോട്ടമാക്കി തീർക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല അടയ്ക്ക പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എന്നെ കാണിച്ചു സൈറ്റിൽ എത്താറായി. നോക്കുക, സൈറ്റിലെത്തി. ഈ സൈറ്റിലും അടയ്ക്ക എന്തോ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചായന് ഡീസൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇച്ചായൻ്റെ സൈറ്റിലും വന്നു. അവിടെയും ഡീസൽ കൊടുത്തിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്